ആദ്യം ഞാൻ ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ശ്രീ ദാമോദർ പ്രസാദ്, 2 തവണയായി AI ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരണങ്ങൾ നടത്തുന്നു. ആദ്യം പറഞ്ഞതിൽ നിന്നും അദ്ദേഹം മലക്കം മറിയുന്നുണ്ടോ രണ്ടാമത്തെ പ്രതികരണത്തിൽ, അതോ ആദ്യം പറഞ്ഞതിൽ വ്യക്തത വരുത്തുകയാണോ ചെയ്തത്? അല്ല, ഇത് ഈ വൈരുദ്ധ്യാത്മകവാദിവാദം ആണല്ലോ ഈ മാർക്സിസ്റ്റ് ഫിലോസഫിയുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോഗം ഗോവിന്ദ മാഷ് നടത്തിയത് എനിക്ക് തോന്നുന്നു. കാര്യം ആദ്യം മാഷ് അവതരിപ്പിച്ച തീസിസാണ്. അതൊരു പറഞ്ഞതിന് ശേഷം അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ മതി, ഒരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആൻറ്റി തീസിസ് അവതരിപ്പിച്ചിരുന്നു. ഇനി മറ്റന്നാളായിരിക്കും എൻ്റെ മറ്റന്നാളോ ഒരു ദിവസങ്ങളിൽ തീസിസ് വരും, യഥാർത്ഥത്തിൽ സിന്തസിസ് വരും. എന്താണ് രണ്ടും കൂടി ചേർത്തിട്ട് മാഷ് ഒരു പുതിയ സാധനം അവതരിപ്പിക്കും. അതായിരിക്കും ഒരു പക്ഷേ യഥാർത്ഥ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കണം. പിന്നെ അതിനുശേഷം ഇനി മുന്നോട്ട് പോകാനിക്കാറില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് അത് എങ്ങനെയാണ് നമ്മുടെ അധ്വാന ശക്തിയെയും അധ്വാനത്തെയും തൊഴിലാളി വർഗ്ഗത്തെയും ഒക്കെ തന്നെ തൊഴിലെടുക്കുന്നവരെയൊക്കെ ബാധിക്കാൻ പോകുന്ന വിഷയം സമീപിക്കാൻ അതിൻ്റെ സമീപനം ഒരുപക്ഷെ ഇന്നുവരെ പാർട്ടി കോൺഗ്രസ്സൊക്കെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൻ്റെ സമീപനം തയ്യാറാക്കണം. പക്ഷേ അത് ഗോവിന്ദ മാഷ് കുറച്ചുകൂടി അവധാനത്തോടെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് മാർക്സിസ്റ്റ് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പല ലേഖനങ്ങളും വളരെ ആഴത്തുള്ള ഗൗരവമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാഷ് ആദ്യത്തെ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് AI സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം തോന്നിയത് മാഷ് ഇത് ഒരു ലോക്കൽ റിപ്പോർട്ടർക്ക് പറ്റിയ ഇനിയിപ്പോൾ മാഷ് സംഗ്രഹിച്ച് എഴുതിയപ്പോൾ പറ്റിയ തെറ്റാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ വിഷ്വൽ കണ്ടപ്പോഴും മാഷിനെ തിരുത്തായിരുന്നപ്പോഴും നമുക്ക് മനസ്സിലായി മാഷ് അങ്ങനെ പറയുന്ന ഒരു വാസ്തവമായിരുന്നുള്ളത്. ഇന്ന് മാഷ് പറയുന്നത് ഒരു കാലങ്ങളായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഈ തൊഴിൽ ദിന ഭാഗം നമ്മൾ പരിഹസിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനെ സംബന്ധിച്ച് ആ കാലത്ത് എങ്ങനെയാണ് പുതിയ ടെക്നോളജി ഒരു തൊഴിലിനെ ബാധിക്കുന്നത്, മനുഷ്യരെ ബാധിക്കുന്നത്, തൊഴിൽ ഇതാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് ഇവിടെ ഭയങ്കരമായിട്ട് പ്രവാചകന്മാരും ദീർഘവീക്ഷണ ആൾക്കാരൊക്കെ ഉണ്ട്. ആ കാലത്ത് അൽവിൻ ടോഫ്ലർ പോലും ഇന്നത്തെ ഹരാരി തന്നെ ഇപ്പോൾ തന്നെ അയാളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള കാലത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കാൻ തെറ്റില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപഹാസ്യമാം വിധത്തിൽ ഇതിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിഹസിക്കാൻ ഒരു ഇട നൽകുന്ന വിധത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിൻ്റെ കത്ത് പ്രതിസന്ധിയിടുന്നത്. അതാണ് എനിക്ക് ഗൗരവമായിരുന്നത്. കാര്യം ഒരു ലെഫ്റ്റ് ക്രിട്ടിക് ഉണ്ട്, അല്ലെങ്കിൽ മാർക്സ് ക്രിട്ടിക്. തീർച്ചയായും മാഷ് പറഞ്ഞാൽ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാത്രമല്ല, ശരിക്കും ഗ്രൂണ്ടറിസയിലാണ് ടെക്നോളജിയെക്കുറിച്ച് മാർക്സ് വിശദമായിട്ട് പറയുന്നത്. അത് ക്യാപിറ്റലിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിൽ ഈ ടെക്നോളജി ഒരു കാലത്തും മാർക്സും എതിരായിരുന്നില്ല, മാർക്സിനും എതിരായിരുന്നില്ല. കാര്യം വൈദ്യുതി പ്ലസ് സോഷ്യലിസമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാണ് ലെനിൻ. അപ്പോൾ പുതിയ ടെക്നോളജിയോടൊക്കെ വളരെ തന്നെ കാര്യക്ഷമമായിട്ടും അതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരം, സൈദ്ധാന്തിക സംസ്കാരം മാർക്സ് മുതൽ തന്നെ മാർക്സിസ്റ്റുകൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഇതെങ്ങനെയാണ് ഇതിനെ സംഭവിച്ചാലും സമൂഹത്തെ ബാധിക്കാൻ പോകുന്നത്, തൊഴിലാളികൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് തുടങ്ങിയ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ നിലപാട് അതിൻ്റെ സമയം മുന്നോട്ട് വയ്ക്കും. കാര്യം ഇത് മുഴുവൻ രീതിയിൽ കുത്തകൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാഷെന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യലിസ്റ്റിക് വഴിയല്ല, മറിച്ച് ഇതിനെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയാണ് ഇത് കുത്തകവൽക്കരണത്തിന് നയിക്കുന്നതും ഇത് പ്രൊപ്പറേറ്ററി റൈറ്റ്സ് അത് എല്ലാ കാലത്തും ഉന്നയിക്കപ്പെടില്ല, എല്ലാ ടെക്നോളജിയെക്കുറിച്ച് ഉന്നയിക്കപ്പെടില്ല. പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ആരുടെ തിരിക്കുന്നതും അത് ആ കുത്തകവൽക്കരണം എങ്ങനെയാണ് വലിയ തോതിൽ മനുഷ്യനിൽ നിന്ന് ഈ ടെക്നോളജി അകന്നു പോവുകയും മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റാതിലാവുകയും ഒരു വലിയൊരു വിഭാഗം ആൾക്കാരെ തൊഴിൽ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത്. ഞാൻ കൂട്ടത്ത് പറഞ്ഞോട്ടെ, മാർക്സിസ്റ്റുകൾ തന്നെ ഇതിനെ പോസിറ്റീവായിട്ട് മാഷ് പറഞ്ഞ പോലെ തന്നെ ഏത് സ്വഭാവത്തിലും മാർക്സിസ്റ്റുകളും വരുന്നത് ലക്ഷറി കമ്മ്യൂണിസ്റ്റ് എന്ന പുസ്തകം തന്നെയാണ് ഇതിനെക്കുറിച്ചിട്ട്. കാര്യം എങ്ങനെയാണ് വലിയ തോതിലൊരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റുന്നത്. കാര്യം അവിടെ ഈ കുത്തകവൽക്കരണത്തിൽ വിമുക്തമായിട്ട് ഇത് എങ്ങനെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ഇല്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതിലൊരു പുതിയ ആയി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടും മാർക്സിസ്റ്റുകൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ മാഷ് ഇതിനെ സമീപിക്കുന്ന രീതിയിൽ കുറച്ചും എൻ്റെ അഭിപ്രായത്തിലാണ് എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇത്തരം വിമർശനം മാഷ്ക്ക് അവൈലബിൾ ആയിരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല, ഇത് മാഷ് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇന്ന് ആഗോളതലത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ചിന്തകരും മാർക്സിസ്റ്റുകളൊക്കെ തന്നെ കണ്ടമാനം പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഈ AI ക്യാപിറ്റലിനെ കുറിച്ചും റോബോട്ട്സ് ആൻഡ് ഈ റോബോട്ടും ജനറേറ്റീവായും വ്യത്യസ്ത കാര്യമാണ്. എല്ലാവരും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജനറേറ്റീവും റോബോട്ടിക്സും സിംഗുലാരിറ്റിയൊക്കെ ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിച്ചാണ് പലരും പറയുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മാഷ് പറയുന്ന സമയത്ത് പലപ്പോഴും യാന്ത്രികമായിട്ട് സമീപനം മാഷിൻ്റെ ആ ഞാൻ ഇത് എന്ന് പറയുന്നത് ഈ യാന്ത്രികമായ സമീപനത്തിൽ നിന്ന് മാർക്സിൻ്റെ യാന്ത്രികമായ സമീപനത്തിൽ നിന്ന് സമീപിക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തൊഴിലിനെ ബെഗന്ന വ്യത്യസ്ത ഒരു കാര്യം പറയാം. ലിബറൽ ചിന്തകർ അതിപ്പോൾ എയുടെ ഉപജ്ഞാതാക്കൾ തന്നെ എയുടെ ഒരു ഭാവിയെക്കുറിച്ച് ഭീകരമായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ എല്ലാ നരവംശത്തെ ബാധിക്കുമ്പോൾ കുറിച്ച് ആശങ്ക അവർ തന്നെ ഊഹിക്കുന്നത്. അത് ഗോവിന്ദമാഷ മാത്രമായി പറയല്ല, ഹരാരിയുടെ പുതിയ പുസ്തകം. പക്ഷേ ആവശ്യമില്ല.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.